ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രസമാണ് ആക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി, ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനാണ് പോകുന്നത്. കൂടുതലായിട്ട് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഇവിടെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ച തക്കാളി, വറ്റൽമുളക്, കരിയാപ്പില, കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് ചതച്ചെടുക്കാം. ഈ ഒരു മെത്തേഡ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ റിസൾട്ട് ബെറ്റർ ആയിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളിയുടെ വെള്ളമാണിത്. രസം നമുക്ക് ചീനച്ചട്ടിയിലാക്കാം. ചീനച്ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ കടു പൊട്ടിച്ച് കരിയാപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ടാമറിൻഡിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച ഐറ്റംസ് രണ്ടും ഇതിലേക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണമെന്നില്ല. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. അവസാനത്തോട്ട് ചേർക്കാനായി ഇച്ചിരി മല്ലിച്ചപ്പ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, റിസൾട്ട് അടിപൊളിയാണ്.